ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഉള്ളത് തിരുവനന്തപുരം വർക്കല ഭാഗത്താണ് കേട്ടോ. തിരുവനന്തപുരം വർക്കല അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത്. അഞ്ചുതെങ്ങ് കോട്ടയുടെ മുന്നിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം വർക്കല വരികയാണെങ്കിൽ വർക്കല തിരുവനന്തപുരത്ത് ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ അഞ്ചുതെങ്ങ് കോട്ട എന്ന് പറയുന്നത് കേട്ടോ. ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ട തന്നെയാണ്. അപ്പോൾ ഈ കോട്ടയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1695 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണ് ഈ കോട്ട നിർമ്മിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാരത്തിന് വേണ്ടി ആറ്റിങ്ങൽ മഹാറാണി കൽപ്പിച്ച് നൽകിയ ഒരു പ്രദേശമാണ് ഈ കോട്ട. ഈ കോട്ടയിൽ നിന്ന് നമ്മൾ കടൽ ഭാഗത്തേക്കുള്ള ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കം ഇപ്പോൾ അടച്ചിട്ടുണ്ട്. നേരത്തെ ആ തുരങ്കത്തിൽ കൂടിയാണ് വ്യാപാര കാര്യങ്ങളെല്ലാം. അഞ്ചുതെങ്ങ് സ്ഥലം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. കടലും കായലോടും ചേർന്ന് കിടക്കുന്ന ചെറിയൊരു ദ്വീപ് പോലുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ലൈറ്റ് ഹൗസ് അടഞ്ഞു കിടക്കണം. നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ് ഹൗസ്. ഞാൻ ആ ലൈറ്റ് ഹൗസിൽ ചെന്നപ്പോൾ ലൈറ്റ് ഹൗസ് അടഞ്ഞു കിടക്കണം. അപ്പോൾ പ്രവർത്തനം ഓപ്പൺ ആണോ, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ കോട്ട വളരെ മനോഹരമായിട്ടുള്ളൊരു കോട്ട തന്നെയാണ് കേട്ടോ. ടൈമിൽ പ്രധാനമായിട്ട് വഹിച്ചിരുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് സീനറിയായി നൽകാൻ വേണ്ടിയാണ് ഈ കോട്ട ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാർ തീരത്ത് ലഭിച്ച ആദ്യത്തെ സ്ഥിരം താവളമായിരുന്നു ഈ കോട്ട. അതിൽ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ഈ കോട്ട ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ കോട്ടയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് പ്രധാനമായിട്ട് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻപിടുത്തം തന്നെ വ്യാപാരമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കോട്ട കാര്യക്ഷമതമായിട്ടുള്ള പ്രവർത്തന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് ടൂറിസ്റ്റുകൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വർക്കല ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ പ്രധാനമായി കണ്ടിരിക്കേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഈ അഞ്ചുതെങ്ങ് കോട്ട എന്ന് പറയുന്ന ഈ കോട്ട. ഇതിൻ്റെ പ്രകൃതി മനോഹരമായ സ്ഥലം തന്നെ. അപ്പോൾ നമ്മൾ ഏറ്റവും എടുത്ത് വിശ്വസിച്ചാണ് കടലും കായലും ചേരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പുറത്ത് കായലാണെങ്കിൽ ഇപ്പുറത്ത് കടലാണ്. നമുക്ക് വീഡിയോ കാണാൻ പറ്റും. മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയ ട്രാവലിംഗ് വീഡിയോസ് കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമ്പോൾ എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്.